ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഭൗതിക ശരീരം 3 ദിവസത്തെ പൊതുദർശനത്തിന് മാനവികതയുടെ ശാന്തിദൂതന് വിട നൽകാൻ ലോകം ഒരുങ്ങി കഴിഞ്ഞു. പാവപ്പെട്ടവരുടെ പുണ്യാളനായി ജീവിച്ചു മരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം ആഗ്രഹിച്ച പോലൊരു യാത്രയപ്പാണ് വത്തിക്കാൻ നൽകുന്നത്. പാപ്പയുടെ വസതിയായ കാസ സാന്റാ മാർത്തയിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിച്ചത്. സാന്റാ മാർത്തയിലെ ചാപ്പലിൽ നടന്ന പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിച്ചത്. പൊതുദർശനം ശനിയാഴ്ച വരെ തുടരും. ശനിയാഴ്ച കബറടക്കം നടക്കുന്നതുവരെ പാപ്പയുടെ ഭൗതിക ശരീരം ഓപ്പൺ കാസ്കറ്റിൽ തുടരും. ആർഭാടങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന വലിയ ഇടയന് തന്റെ സംസ്കാര ചടങ്ങുകളിലും ലാളിത്യം വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളോ വലിയ കല്ലറയോ തനിക്ക് വേണ്ടെന്ന് വെച്ച പാപ്പ മരം കൊണ്ടുള്ള പെട്ടിയിൽ ഭൂഗർഭ കല്ലറയിൽ അടക്കം ചെയ്താൽ മതിയെന്നും ഒസിയത്ത് ചെയ്തിരുന്നു. യേശുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ ശവകുടീരത്തിന് മുകളിലുള്ള അൽത്താരയ്ക്ക് അഭിമുഖമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടക്കം ചെയ്യുന്ന പതിവിന് വിപരീതമായി മേരി മേജർ ബസിലിക്കയിൽ തന്നെ അടക്കം ചെയ്താൽ മതിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ പറഞ്ഞിരുന്നു. യേശുവിന്റെ മാതാവായ മറിയവുമായുള്ള പ്രാർത്ഥനാ ബന്ധമാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ആദ്യമായി വത്തിക്കാന് പുറത്ത് അടക്കം ചെയ്യുന്ന പോപ്പായി ഫ്രാൻസിസ് മാറുമെന്നതാണ് ഏറ്റവും പ്രധാനം. വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ പതിനായിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ലോക നേതാക്കളും രാഷ്ട്രത്തലവന്മാരും വത്തിക്കാനിലേക്ക് എത്തും. ഇതിനുള്ള അന്തിമ പട്ടികയും പൂർത്തിയായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കൾ ചടങ്ങിനെത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.